ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മുട്ടക്കോസും ക്യാബേജും രണ്ടും ഒന്നാന്ന് എനിക്കറിയാം. മുട്ടക്കോസും ക്യാരറ്റും വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. തോരൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം നാളികേരം തീർന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൽ ഉപ്പേരി എന്നാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള കീറിയിടാം. സവോള ഒരു 3/4 ഭാഗം മതിയും, ഒരെണ്ണം ഫുള്ള് വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് വലിപ്പം കൂടിപ്പോയി. അപ്പോൾ ഒരു 3/4 ഭാഗം അതിലേക്ക് അരിഞ്ഞു കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് പച്ചമുളക്, വീട്ടിലുണ്ടായ കാന്താരി മുളകാണ്, അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ തിരുമണം കേട്ടോ. സ്പൂണും കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് കൈ വെച്ച് തിരുമ്മുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയാം. പിന്നെ നാളികേരം കൂടി ഉണ്ടായാൽ കുറച്ചുകൂടെ ഗുമ്മാന്നിരിക്കും. പക്ഷേ നാളികേരം ഇല്ലാതെ തീർന്നു പോയിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ വേവിക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഈ വെള്ളത്തിലിട്ട് നമുക്കൊരു സെമി ഫേം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, അപ്പോൾ ഞാൻ കുറച്ച് സവോള മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ചെറിയൊരു സാലഡും കൂടി ഉണ്ടാക്കേണ്ട ഇടയ്ക്ക്. പിള്ളേരൊക്കെ വിശക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്ക് പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും വറ്റൽമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും ക്യാരറ്റും ക്യാബേജും ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇടയ്ക്കൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ചെറു തീയിൽ ഇങ്ങനെ വെന്ത് വന്നോളും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പണി ചെയ്യാം. ഞാൻ ഫ്രിഡ്ജിൽ പോയിട്ട് ഒരു പേരയ്ക്ക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പേരയ്ക്ക എടുത്തിട്ട് വരാം കേട്ടോ. പേരയ്ക്കും ബാക്കി വന്ന സവോളയും കുറച്ച് ഒരു തക്കാളിയും കൂടി നമുക്കൊരു സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു രസം. എനിക്കിഷ്ടം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിള്ളേർക്കും ഇഷ്ടമാണല്ലോ, പേരയ്ക്കാണല്ലോ. വലിയ വലിയ പേരയ്ക്കകൾ കിട്ടുമല്ലോ. അപ്പോൾ ചില പേരയ്ക്കൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമുണ്ടാവും. മറിച്ച് വെള്ളമായിരിക്കും ചില പേരയ്ക്കൊക്കെ. അപ്പോൾ ഇതിലേക്ക് സവോളയും തക്കാളിയും പേരയ്ക്കും കൂടി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് വേറെ ഒന്നും വേണ്ട, ഉപ്പും കുറച്ച് എന്താ പറയുക മുളക് പൊടി മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ക്യാബേജും ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പും മുളക് പൊടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ പ്ലേറ്റിൽ ഇങ്ങനെ സെർവ് ചെയ്യുക. അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ പേരയ്ക്ക വെച്ചാൽ വലിയ പേരയ്ക്കൊക്കെ ആകുമ്പോൾ അത് തീരെ മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റും ചെറിയ എരിവൊക്കെ ആകുമ്പോൾ പിള്ളേർ കഴിച്ചോളും. പിന്നെ തക്കാളിയും ഒക്കെ ആകുമ്പോൾ കഴിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുക്കുമ്പർ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ ചെറിയ സാലഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കിയായിരുന്നു, ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും.